വെൽക്കം ടു ഡാസ്ലിംഗ് വ്യൂ. ഓരോ കാഴ്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക്, ഡാസ്ലിംഗ് വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മേടം 1 വിഷു. ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ബ്രിസ്ബെയിനിൽ വിഷു ആഘോഷിച്ചത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. രാവിലെ വിഷുക്കണിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നാട്ടിലെ പോലെ അമ്പലത്തിലൊന്ന് പോയാലോ എന്നൊരാഗ്രഹം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതിന് നിങ്ങൾ ബ്രിസ്ബെയിനിലല്ലേ, അവിടെ എവിടാ അമ്പലം എന്ന്? ഉണ്ടെന്നേ. ബ്രിസ്ബെയിനിലെ സൗത്ത് മക്ലീൻ സബർബിൽ ലോഗൻ റിവറിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ സെൽവ വിനായകർ കോവിൽ, അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അമ്പലത്തിനുള്ളിലെ പാർക്കിങ്ങും കഴിഞ്ഞ് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളുടെ നീണ്ട നിര കണ്ട് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയി. ഇത്രയധികം മലയാളികൾ ഇന്നിവിടെ തൊഴാനുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. ഒരു വിധത്തിൽ ഞങ്ങളും വണ്ടി പാർക്ക് ചെയ്ത് തൊഴാനിറങ്ങി. അത്ര തിരക്ക്. 1995 ബ്രിസ്ബെയിനിലെ തമിഴ് അസോസിയേഷനായ ഹിന്ദു ആലയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ അമ്പലം പണി കഴിപ്പിക്കുന്നത്. ബ്രിസ്ബെയിനിൽ നിന്ന് 35 കിലോമീറ്റർ തെക്കോട്ട് മാറി ലോഗൻ നദിക്കരയിലെ മനോഹരമായ ഒരു പ്രദേശമാണ് ഈ ഗണേശ ക്ഷേത്രം. തമിഴ് സ്റ്റൈലിൽ ഗോപുരങ്ങളോടുകൂടിയ ആർക്കിടെക്ചർ. ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത്, നമുക്ക് വിഷു എന്ന പോലെ ഇന്ന് തമിഴ്നാട്ടിൽ തമിഴ് പുത്താണ്ടാണ്. അതിനോടനുബന്ധിച്ച പൂജകളും ഉത്സവവും ഒക്കെയാണ് ഇന്നിവിടെ. അതാണ് ഇത്ര തിരക്ക്. ഉത്സവത്തിന്റെ 9ാം നാളായ ഇന്ന് രഥമഹോത്സവമാണ്, തേർ തിരുവിഴ. അതിനായുള്ള തേര് ഇവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിഷു തമിഴ് പുത്താണ്ടായി ആഘോഷിച്ച് കളയാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. തമിഴ്നാട്ടിൽ പഠിച്ചതുകൊണ്ടും തമിഴ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും തമിഴ് സംസ്കാരം ഒട്ടും ഡിഫറൻ്റായി ഞങ്ങൾക്ക് തോന്നാറില്ല. അല്ലെങ്കിലും ഓസ്ട്രേലിയയിൽ വന്നിട്ട് എന്ത് തമിഴ്നാട്, എന്ത് കേരളം, നമ്മളെല്ലാം ഇന്ത്യക്കാരാണിവിടെ. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന കാവടിയാട്ടം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, താളം മുറുക്കി വാദ്യമേളക്കാർ, നൃത്തം ചവിട്ടുന്ന കാവടി ഏന്തിയവർ. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ കാഴ്ചകൾ നഷ്ടമായി പോയനെ. ഞാൻ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലാണെന്ന് എനിക്കൊരല്പം പോലും തോന്നുന്നതേയില്ല. നല്ല തിരക്കുണ്ട് അമ്പലത്തിനുള്ളിൽ. ഗണപതിയെ കൂടാതെ തിരുപ്പതി ഭഗവാനും മുരുകനും ഭഗവതിയും ശിവനും ഒക്കെ ഇവിടെ പ്രതിഷ്ഠയായുണ്ട്. നാട്ടിൽ അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോഴുള്ള ആ സന്തോഷമില്ലേ, അതിന്ന് വീണ്ടും അനുഭവിച്ചു. പലരും സ്റ്റോളുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ മാലയും കമ്മലുമൊക്കെയാണ്. വില അല്പം കൂടും. അടുത്ത സ്റ്റോളിൽ സാരികളാണ്. നമ്മുടെ കേരള സെറ്റ് സാരിയും ഉണ്ട്. കണ്ടപ്പോൾ ഒരു സന്തോഷം.
വേറൊരു രാജ്യത്ത് വന്നിട്ട് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കാണുമ്പോൾ മനസ്സിലുള്ളൊരു സന്തോഷമില്ലേ, അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഇന്നിവിടെ വരുന്ന എല്ലാവർക്കും പ്രസാദമായി ചെറിയൊരു സദ്യ കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ശനിയും ഞായറും 9 മണി മുതൽ 1 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ ഉണ്ട്. അവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിക്കാമെന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇന്ന് അമ്പലത്തിലേക്ക് വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല രുചിയുള്ള ഭക്ഷണം പ്രസാദമായി കിട്ടിയപ്പോൾ, അതും വിത്ത് പായസം, ഒത്തിരി സന്തോഷമായി. നമ്മുടെ കറികളിലൊക്കെ കറിവേപ്പില ഒരു പ്രധാനിയാണല്ലോ. ഇവിടെ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഇല്ലാത്തവർക്ക് എടുക്കാനായി കറിവേപ്പില വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ഞാനും എടുത്തു. മനസ്സും വയറും നിറഞ്ഞ ഒരു അമ്പല ദർശനം, അതും പുതുവർഷത്തിൽ. അമ്പലത്തിനുള്ളിൽ വീണ്ടും എന്തൊക്കെയോ പൂജകൾ തുടരുകയാണ്. ദൈവമേ എന്നൊന്ന് വിളിച്ച് ഓടിച്ചെല്ലാൻ, കുറച്ചു നേരം സ്വന്തം നാടെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഇങ്ങനെ ഒരു അമ്പലമുള്ളത് എത്രയോ വലിയ അനുഗ്രഹമാണ്. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണോ എന്ന് നിങ്ങൾക്ക് പോലും തോന്നിപ്പോയില്ലേ ഈ അമ്പലം കണ്ടപ്പോൾ? ഇനി തിരിച്ച് വീട്ടിലേക്ക്. ഈ വിഷു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത കാഴ്ചയുമായി എത്തും വരെ, ദിസ് ഈസ് ശ്രീജ ശ്രീജിത്ത് സൈനിങ് ഓഫ്.